മനുഷ്യക്കടത്ത്, മതപരിവർത്തനം തുടങ്ങിയ ആരോപണങ്ങളിൽ ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ സിസ്റ്റർ പ്രീതി മേരിയുടെ വീട്ടിലാണ്. അവരുടെ കുടുംബം ഈ അറസ്റ്റ് സംബന്ധിച്ചുള്ള ഒരു പ്രതികരണത്തിലേക്ക് പോവുകയാണ്. നിങ്ങൾക്ക് എന്താണ് വിവരം കിട്ടിയിരിക്കുന്നത് ഛത്തീസ്ഗഡിൽ? അവിടെ സിസ്റ്റർ 19 വർഷമായി പാവപ്പെട്ടവർക്ക് വേണ്ടി, കുറച്ച് രോഗികൾക്ക് വേണ്ടി സേവനം ചെയ്യുന്ന ഒരു സിസ്റ്റർ മിഷണറി കന്യാസ്ത്രീയാണ്. അവിടെ ഒരു ക്ലിനിക്ക് ഉണ്ട്. അവിടെ ക്ലിനിക്കിലേക്ക് ജോലിക്ക് വേണ്ടി 3 പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ടുവരാൻ തുർഗ് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോഴാണ് മതപരിവർത്തനം, മനുഷ്യക്കടത്ത് എന്നൊക്കെ പറഞ്ഞ് ആൾക്കൂട്ടം അവരെ വിചാരണ ചെയ്തത്. അങ്ങനെ പോലീസിന്റെ സഹായത്തോടെ അവരെ അറസ്റ്റ് ചെയ്ത് ഏതോ സംഘടനയുടെ നിർബന്ധത്തിന് വഴങ്ങി അവരെ ജയിലിലടച്ചു എന്നുള്ളൊരു അറിവാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. വളരെ വേദനാജനകമാണ്. കേന്ദ്ര സർക്കാരിന്റെ, സംസ്ഥാന സർക്കാരിന്റെ ഒരു ഇടപെടലൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ മെയിൽ അയച്ചിരുന്നു. മുഖ്യമന്ത്രി ഇടപെട്ടിട്ടുണ്ട്. മറ്റേ റോജി എം ജോൺ, ബെന്നി ബെഹനാൻ അങ്ങനെയുള്ളവരൊക്കെ നിലപാട് വന്ന് ഞങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇന്ന് ഇവിടെ എത്താമെന്ന് തന്നെ പ്രത്യേകം വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹകരണവും നമുക്ക് ഉണ്ട് എന്ന് അദ്ദേഹം നേരിട്ട് വിളിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ മധ്യപ്രദേശിലായിരുന്നല്ലോ സിസ്റ്റർ ഉണ്ടായിരുന്നത്, എന്തിനാണ് ചത്തീസ്ഗഡിലേക്ക് പോയത്? അവിടെ ഇവരുടെ ഗാവിൽ, ഇവരുടെ മഠത്തിലും ഇവർക്ക് ക്ലിനിക് ഉണ്ട്. അപ്പോൾ അവിടെ കുട്ടികളെ ഇങ്ങനെ നിർത്താറുണ്ട്. ഇവർ സ്വാഭാവികമായിട്ടും കൊണ്ടുവരാറുണ്ട് ഇവരുടെ സഹായത്തിനും അവരുടെ ഒരു ഹെൽപ്പിന് വേണ്ടി. അപ്പോൾ ഇങ്ങനെ ഒരു ഏജന്റ് ഉണ്ട് അതിന്. അങ്ങനെ കുട്ടികളെ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം, നിൽക്കാൻ വേണ്ടി കുട്ടികളെ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അവരെ പിക്ക് ചെയ്യാൻ വേണ്ടി പോയതാണ്. ഇത് സ്വാഭാവികമായിട്ട് അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഒരു കുട്ടി പോയി കഴിയുമ്പം അവരടുത്ത കുട്ടികളെ കൊണ്ടുവരും. അങ്ങനെയാണ്, അതിനു വേണ്ടിയാണ് പോയത്. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ലായിരുന്നു. കാരണം നമ്മൾ വേറൊരു കാര്യത്തിനും അല്ലല്ലോ ചെല്ലുന്നത്, അവരുടെ നല്ലതിന് വേണ്ടിയാണ് ചെല്ലുന്നത്. മതപരിവർത്തനത്തിന് ഇവ പറഞ്ഞ പോലെ മനുഷ്യക്കടത്തൊക്കെ നമുക്ക് കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളാണ്. അതിനൊന്നും അല്ല ഒരിക്കലും അവർ പോയിട്ടുള്ളത്. അത് കൂടാതെ തന്നെ ഈ കുട്ടികളും അവരുടെ പേരൻസും ക്രിസ്ത്യൻസാണ്. പിന്നെ നമ്മൾ എന്തിനാ മതപരിവർത്തനം നടത്തുന്നതെന്ന് മനസ്സിലാവുന്നില്ല. മനുഷ്യക്കടത്ത് എന്ന് പറയുന്നത് തികച്ചും അസത്യമായിട്ടുള്ള കാര്യമാണ്. സിസ്റ്റർ പ്രീതിയാണെങ്കിൽ നേഴ്സായിരുന്നു, ഏറെക്കാലം ചേർത്തലയിലായിരുന്നു. ഈ നഴ്സിംഗ് രംഗത്ത് തന്നെയാണോ അങ്ങോട്ട് പോയത്? അതെ, നേഴ്സായിട്ട് തന്നെ. സിസ്റ്റർ കൂടുതലായിട്ടും ഇങ്ങനെ ഹോസ്പിറ്റലിലുള്ള, ക്ലിനിക്കുകളുള്ള മഠങ്ങളിലേക്കാണ് ട്രാൻസ്ഫർ ആയി പോവാറ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഈ ദുർഗിന് അടുത്തുള്ള സ്ഥലത്തേക്ക് പോയത്. ഏറ്റവും ഒടുവിൽ വന്നു പോയത് എപ്പോഴാണ്? ഒടുവിൽ വന്നു 2 മാസം മുമ്പാണ്. ചികിത്സയുടെ ഭാഗമായിട്ട് വന്നു പോയതാണ്. സിസ്റ്ററിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ? ഉണ്ട്. ഷുഗർ, പ്രഷർ, പിന്നെ ആർത്രൈറ്റിസിന് കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് കഴിക്കുന്നതാണ്. എറണാകുളത്ത് ഇപ്പോൾ എല്ലാ 6 മാസം കൂടുമ്പോൾ വന്ന് ഡോക്ടറെ കണ്ട് ഒരു 6 മാസത്തേക്കുള്ള മരുന്നായിട്ടാണ് ആൾ തിരിച്ചു പോവുക. സിസ്റ്ററിന്റെ മോചനത്തിന് വേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടണം. ആ ഒരു ആവശ്യമാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. ക്യാമറമാൻ വിജേഷ് പുതുവശ്ശേരിക്കൊപ്പം ബിനിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.